1,00,000 പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന തൃശൂർ കുട്ടനെല്ലൂരിലെ ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് പദ്ധതി 12 വർഷമായി ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്നു. മലബാർ ഗ്രൂപ്പിന്റെ ടൗൺഷിപ്പ് പദ്ധതിക്കുള്ള തടസ്സങ്ങൾ നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടായിട്ടില്ല. കുട്ടനെല്ലൂരിലെ 21 ഏക്കറോളം സ്ഥലം കാട് പിടിച്ചു കിടക്കുകയാണ്. നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാവുന്ന ഒരു വലിയ പദ്ധതി വരേണ്ട പ്രദേശമാണിത്. കാടുപിടിച്ച് ഒന്നുമല്ലാതായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 12. 2012 സംസ്ഥാന സർക്കാർ തന്നെ കൊണ്ടുവന്ന IT നയത്തിന്റെ ഭാഗമായാണ് സ്വകാര്യ നിക്ഷേപകരെ IT പാർക്കുകൾ വികസിപ്പിക്കാൻ ക്ഷണിച്ചത്. അങ്ങനെ മലബാർ ഗ്രൂപ്പും ഭാഗമായി. IT പാർക്ക്, അപ്പാർട്ട്മെന്റുകൾ, ഷോപ്പിംഗ് മാൾ, കൺവെൻഷൻ സെന്റർ എന്നിവയെല്ലാം പെടുന്ന വാക്ക് ടു വർക്ക് ആശയത്തിന്റെ ബൃഹത് പദ്ധതി. 2016 സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് രൂപീകരിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അനുമതി. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പച്ചക്കൊടി. പ്രദേശം ഇൻഡസ്ട്രിയൽ ഏരിയയായി പ്രഖ്യാപിച്ചു. പക്ഷേ 2017 മുതൽ തടസ്സങ്ങൾ. കൃഷിവകുപ്പ് എതിർക്കുന്നുവെന്നതാണ് രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് മലബാർ ഗ്രൂപ്പ് ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് പദ്ധതി CEO KG ഗിരീഷ് ബാബു 24-നോട്. രേഖകൾ നോക്കുമ്പോൾ കൃഷിമന്ത്രി അത് അവിടെ ചെയ്യേണ്ടെന്ന് പറയും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് തന്നെ പബ്ലിക് പർപ്പസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും ആ ഒരു ചെറിയ ഏരിയനെ, കാരണം അതിന്റെ 21 ഏക്കറിൽ 7.96 ഏക്കറിനെ പറ്റി മാത്രമാണ് ഈ ഒരു തരം മാറ്റലിന്റെ ഒരു ഇഷ്യൂ വരുന്നത്. പക്ഷെ അത് ഇൻഡസ്ട്രിയൽ ഏരിയ ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അത് നോട്ടിഫൈ ചെയ്ത സ്ഥലമാണത്. 40 തവണയെങ്കിലും സംസ്ഥാന ഏകജാലക ബോർഡ് ചേർന്ന് റിവ്യൂ നടത്തിയെങ്കിലും അനുകൂല നടപടികൾ ഉണ്ടായിട്ടില്ല. നിലവിൽ തന്നെ കോടികൾ നഷ്ടം സംഭവിച്ചുവെന്നും മലബാർ ഗ്രൂപ്പ്. 10,000 കോടിയുടെ മുതൽ മുടക്കും 25,000 തൊഴിലവസരങ്ങളുമാണ് ലക്ഷ്യമിട്ടത്. തൃശൂരിന്റെ വ്യാവസായിക സാമൂഹിക മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രൊജക്ടിന്റെ ചുവപ്പുനാട ഇപ്പോഴും മാറുന്നില്ല. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.